അതിപ്പോൾ ഫീഡ്ബാക്ക് പടം ഇറങ്ങിയിട്ട് 3-4 ആഴ്ചയായല്ലോ. അപ്പം ആദ്യ 2 ആഴ്ചയിലുണ്ടായിരുന്ന ഒരു സർപ്രൈസിങ്, ഒരു ഭയങ്കര ഷോക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇത്ര റെസ്പോൺസ് ഉണ്ടാവും. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് ഇപ്പോഴും. അത് അങ്ങനെ നിലനിന്ന് പോകുന്നു. ഇപ്പം വേറെ എല്ലായിടത്തുനിന്നും അത്യാവശ്യം നല്ല റെസ്പോൺസാണ്. എല്ലായിടത്തും തിയേറ്ററിൽ നല്ലപോലെ ആളുണ്ട്. മാസീവായിട്ടുള്ള റെസ്പോൺസും ടേൺ അറൗണ്ടുമാണ് വരുന്നത്. അപ്പം ഭയങ്കര ഹാപ്പിയാണ് മൊത്തത്തിൽ. അല്ല, അങ്ങനെ ഭയം എന്നല്ല, എന്തായാലും എന്ത് പുതിയ ഒരു ഇതാണ് ട്രൈ ചെയ്യുന്നതെന്നുള്ളൊരു ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ നമ്മളെപ്പോഴും ഇത്രയും ഇങ്ങനെ നല്ല പടമാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു റെസ്പോൺസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കേട്ടില്ല. ഞാനങ്ങനെ അതൊന്നും നോക്കുന്നില്ല. ഞാനിപ്പം എനിക്ക് വരുന്ന പേഴ്സണലായിട്ടുള്ള കോളുകളിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പ്രൊഡ്യൂസർ ഹാപ്പിയാണ്. അപ്പം അത്രയൊക്കെ ഞാൻ നോക്കുന്നുള്ളൂ. അതിനപ്പുറത്ത് നമ്മുടെ മെയിൻ അതാണല്ലോ, അത് കാശ് ചിലവാക്കുന്ന ആൾക്കാർ തിരിച്ചു കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ. അതിൽ അല്ല, എന്തായാലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയൊന്നും നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പം വിമർശനങ്ങൾ ഉണ്ടാകും, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതെന്താണെന്നുള്ളത് പയ്യെ നോക്കാം. ഇപ്പം എല്ലാം കൂടെ നോക്കാം. അതെ. ഇപ്പോൾ കറക്റ്റായിട്ട് ഡേറ്റ് ഒന്നും പറയാൻ പറ്റില്ല. എഴുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. അതിൻ്റെ തിരക്കഥ എഴുത്ത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതെ. അല്ല, എങ്ങനെയാണ് പോകുന്നതും കഥയുടെ ഒരു ബേസിക് ഐഡിയ ഉണ്ട്. തിരക്കഥ എഴുതിയിട്ടില്ല. അത് എഴുതാൻ എനിക്കാണ്. അതിപ്പോൾ അറിഞ്ഞൂടാ, സമയമെടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എങ്ങനെയൊക്കെയാണ് കഥ പോകുന്നതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ആവശ്യമില്ലാത്ത ഇത് വേണ്ടെന്ന് തോന്നുന്നത്. അതേ റൂട്ടിൽ തന്നെ, ഇതേ അപ്രോച്ചിൽ തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തൽക്കാലം സെക്കൻഡ് പാർട്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത്.